രാജ്യാന്തര വാർത്തകളുമായി ജെയിംസ് സാറുണ്ട്. ജെയിംസ് സാർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. ഗസയിൽ കഴിഞ്ഞ ദിവസം വളരെ പ്രാകൃതമായ ഒരു ആക്രമണമാണല്ലോ നടന്നത്. ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെയാണല്ലോ ഇസ്രായേൽ സൈന്യവും കരാറുകാരും നടത്തിയ ഒരു വെടിവെപ്പ്. 93 പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സാധാരണഗതിയിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴൊന്നും മനുഷ്യത്വമുള്ള ആരും അത് ചെയ്യില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പട്ടിണി മൂലം 18 പലസ്തീൻകാർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ഗസയിലെ ആക്രമണങ്ങൾ പ്രാകൃതവും മനുഷ്യത്വഹീനവുമാണെന്ന് ലിയോ 14 മാർപ്പാപ്പയും പറയുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ഒരു ട്രെൻഡ് കൂടെ മാറ്റിയിട്ടുണ്ടല്ലോ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, യഥാർത്ഥത്തിൽ ഈ വാർത്ത എല്ലാ ദിവസവും ഇങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കൊക്കെ അറിയാം, ഒരാൾ വിശന്ന് വലഞ്ഞ് കൈനീട്ടി നിൽക്കുമ്പോൾ അവരെ നേരെ വെടിയുണ്ട പായിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വരഹിതമൊന്നുമല്ല, വളരെ പ്രാകൃതവും ബാർബറിക് എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമാണെങ്കിൽ അബദ്ധത്തിൽ പറ്റി എന്ന് പറയാം. ഇത് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് അവർ നടത്തിയ ആക്രമണത്തിൽ 900-നും 1000-നും ഇടയിൽ പലസ്തീൻകാർ ഭക്ഷണം കാത്തു നിന്നവർ, അല്ലാതെ അവർ വേറെ എന്തെങ്കിലും ആക്രമിക്കാൻ പോയതല്ല. ഒരു വഴിയില്ല. പോയാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഭക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് മറ്റേ മരണക്കെണിയിൽ പോവുക എന്നുള്ളതാണ്. ഡെഡ് ട്രാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കണം, ഇല്ലെങ്കിൽ വെടികൊണ്ട് മരിക്കണം. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ ഭേദമാണ് വെടികൊണ്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അത്ര ശരിക്കും പറഞ്ഞാൽ ഈ സൂയിസൈഡ് സ്ക്വാഡ് അല്ലെങ്കിൽ ചാവേർ പോലെയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവിടെ ചെല്ലുന്നത്. ചാവേർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, അവർ വെടിവെച്ച് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് മരിക്കാം എന്ന് കരുതി ചെല്ലുന്നവർക്കാണ് ഭക്ഷണം കൊടുക്കാതെ വിഷം നൊട്ടിയ വയറുകൾക്ക് മേൽ വെടിവെക്കുന്നത്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ലെന്ന് വലിയ ലോകമെമ്പാടും പറഞ്ഞിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടവും തയ്യാറാവുന്നില്ല. അവർ ഗസയെ ഒരു വംശഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ മാർപ്പാപ്പയെ പോലെ ഒരാൾ പോലും അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ഏക കത്തോലിക്ക പള്ളി ആക്രമിച്ചത്. ഒരുപാട് പേർ 3 പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. അപ്പോൾ അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രോഷം ഉയർന്നു. അപ്പോൾ അവിടെ ജാതിയും മതമൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം ഗസയെ തീർക്കുക എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ അമേരിക്ക ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ട്രംപ് വന്ന ശേഷം ട്രംപ് നെതന്യാഹു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത്തവണ ട്രംപ് പ്രതികരിച്ചിട്ടില്ലെങ്കിലും വൈറ്റ് ഹൗസിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള ഇത് വന്നിരിക്കുന്നു. അത് ഗസയുടെ കാര്യത്തിലല്ല. ഗസയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയും സിറിയയിൽ കയറി ആക്രമിച്ചതിനെക്കുറിച്ച് മാഡ് മാൻ, കിറുക്കനായ മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ. അദ്ദേഹം കുട്ടികളെപ്പോലെ ബിഹേവ് ചെയ്യുന്നു, ഒരു ബോധമില്ലാത്ത കുട്ടിയെപ്പോലെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് നെതന്യാഹുവിനെ കുറിച്ച് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമുണ്ട്, അമേരിക്കയ്ക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. സിറിയയിലെ ഇപ്പോഴത്തെ സർക്കാർ അഹമ്മദ് അൽഷറയുടെ സർക്കാരുമായിട്ട് അവർ രമ്യതയിലായി. അമേരിക്ക അവിടെ വലിയ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുകയാണ്. അതിനിടയിൽ സിറിയൻ സേനയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഒരുപക്ഷെ അമേരിക്കയെ പ്രകോപിപ്പിച്ചത്.